വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഇതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ വാഴയുടെ പ്രൊഡ്യൂസറാണ്. ആക്ച്വലി ഞാൻ ഈ മൂവി കാണാനുള്ള ഒരു കാരണം ജാസിം ഹാഷിം, വർക്കല സ്വദേശിയാണ് അദ്ദേഹം. പിന്നെ നമ്മുടെ ജോമോൻ ജ്യോതിർ, ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു കട്ട ഫാനാണ്. എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷനിൽ ഇത്രയും ഗംഭീരമായിട്ട് കോമഡി ചെയ്യുന്ന ഒരു ആക്ടർ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കാരണം അദ്ദേഹം സ്ലാപ്സ്റ്റിക് കോമഡി ചെയ്യുന്നതായിരുന്നാലും എല്ലാം ഒരു രസമുണ്ട്, ഒന്നും ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യത്തില്ല. ഒരു പെർഫെക്റ്റ് ഒരു കൊമേഡിയൻ. പഴയ നമ്മുടെ ജഗതി ചേട്ടൻ്റെ അത്രയും പറയുന്നില്ലെങ്കിലും ന്യൂ ജനറേഷനിൽ ഇത്രയും വൈബ് ഉണ്ടാക്കിയ ഒരു ആക്ടർ പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ചെയ്തിട്ടുള്ള ഏത് സിനിമ എടുത്ത് നോക്കിയാലും അദ്ദേഹത്തിന്റെ പാർട്ട് നമ്മൾ കുറെ ചിരിച്ചു പോകും. ഈ സിനിമയ്ക്കകത്തും തുടക്കത്തിൽ എനിക്കിത് മൂവിയുടെ ഫസ്റ്റ് ഷോട്ട് കണ്ടപ്പോഴത്തേക്ക് എനിക്കിത് കയ്യിൽ പോകും എന്ന് തോന്നിയതാണ്. പക്ഷെ പിന്നെ ഓരോരോ ക്യാരക്ടേഴ്സ് വന്ന് ഈ സിനിമ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ആയി വരുന്നതിനനുസരിച്ച് സിനിമയ്ക്ക് ഒരു മൊമെന്റം ഉണ്ട്, കോമഡികളെല്ലാം വർക്ക് ആവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ഇതിനകത്ത് ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഒരുപാട് ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്ത ഫേസസ് ഒരുപാട് ഇതിനകത്തുണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുമാണ്. എന്തിനാ ചുറ്റുപാടും ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന ആ ഒരു സർക്കംസ്റ്റൻസിലുള്ള എല്ലാ ആളുകളും, അവർക്കൊക്കെ കൊച്ചു കൊച്ചു ഭാഗങ്ങൾ ഇതിനകത്ത് അഭിനയിക്കാനുണ്ട്. അവരൊക്കെ ശരിക്കും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫെക്ഷൻ, നമുക്ക് അങ്ങനെ ഒരു എക്കോസിസ്റ്റത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സിനിമയിലൂടെ. അതായത് ഒരു രാത്രി തുടങ്ങി നെക്സ്റ്റ് ഡേയിൽ എൻഡ് ചെയ്യുന്ന കുറച്ച് സംഭവ വികാസങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് വരുന്നത്. പക്ഷെ അതിനകത്ത് ഒത്തിരി കഥാപാത്രങ്ങൾ വന്ന് ഒന്നിനൊന്ന് മെച്ചമായിട്ട് പെർഫോം ചെയ്യുക, അതുപോലെ അതിനകത്തുള്ള കോമഡികളും കൂടെയൊക്കെ വർക്ക് ആകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു സംഭവമുണ്ട്. അത് ശരിക്കും എനിക്ക് തിയേറ്ററിനകത്ത് കിട്ടി. അങ്കിത് മേനോന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഈ സിനിമയ്ക്കകത്ത് വളരെ വൈസ്ലി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതെനിക്കൊരു മ്യൂസിക് ഡയറക്ടറുടെ ഒരു ബ്രില്യൻസിന് അപ്പുറത്തേക്ക് ഇതൊരു ഡയറക്ടോറിയൽ ബ്രില്യൻസ് ആണ്. ഞാൻ ആ സീക്വൻസ് പറയുന്നില്ല, പക്ഷെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ അധികമായിട്ട് പൊലിപ്പിക്കാതെ തന്നെ ഈ സിനിമയിൽ ഉടനീളം ഇതിന്റെ കഥയുടെ പശ്ചാത്തലത്തിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നുണ്ട്. അത് ഈ രാത്രി വെളുത്ത് നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഉടനീളം അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിന്റെ ഒരു ആംബിയൻ നോയ്സ് ആയിട്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ തിരക്കഥയിലൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു മാജിക് ആണ്. അത് ശരിക്കും ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മ്യൂസിക് ഡയറക്ഷനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും ഒന്നും ഒരുപാട് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഒരു ബാൻഡ് സെറ്റ് വെച്ച് തന്നെ അവർക്ക് ഏകദേശം സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് സൗണ്ട് മിക്സിങ്ങും ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ആ ഒരു സ്ട്രക്ചറിന് 100% കോംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫി, അതിന്റെ ഒരു കട്ട്സ് ആയിരുന്നാലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനും ഉപരി ഇതാണ് ഒരു എന്റർടൈൻമെന്റ് മൂവി എന്ന് പറയുന്നത്. കാരണം അതിന് മുമ്പേ ഞാൻ ആസിഫ് അലിയുടെ ഒരു സിനിമ ഉണ്ട്, ഞാനത് പറയുന്നില്ല, കാരണം ഞാൻ എൻ്റെ റിവ്യൂവും ചെയ്തില്ല. ആ കോണ്ടന്റ് നല്ലതായിരുന്നു, പക്ഷെ അതിന് ഒട്ടും എഫേർട്ട് ഇടാതെ എങ്ങനെയെങ്കിലുമൊക്കെയാണ് ആ സിനിമ ചെയ്ത് വെച്ച് കളഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സിനിമ കണ്ടതിലുള്ള നിരാശ എനിക്ക് ഈ സിനിമയിൽ മാറിക്കിട്ടി. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഒരു 100% ഒരു എന്റർടൈനർ സിനിമ വേണമെന്നുണ്ടെങ്കിൽ വലിയ ആക്ടേഴ്സിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, സൂപ്പർ സ്റ്റാർസിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. അതിനകത്ത് അഭിനയിക്കാൻ അറിയുന്ന, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഫേസസ് സിനിമയിൽ വന്ന് അവർ നന്നായിട്ട് അങ്ങ് പെർഫോം ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഡയറക്ടർ അതിൻ്റെ മാക്സിമം ത്രോട്ടിൽ ചെയ്ത് അവരുടെ പെർഫോമൻസ് പുറത്തെടുക്കുമ്പോഴത്തേക്ക് ഒരു സിനിമ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ ആ ഒരു ഫീൽ ഗുഡ്, അല്ലെങ്കിൽ ഒരു പക്ക എന്റർടൈനറിന് വേണ്ടി കാശ് മുടക്കിയ ആ ഒരു വർത്ത് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതെനിക്ക് ഈ സിനിമയിൽ നിന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമ വർക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ മൂവിക്ക് ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.